മുംബൈ ഇന്ത്യൻസിന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനെതിരായ മത്സരത്തിൽ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് യുവതാരമായ അശ്വിനി കുമാർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ തനിക്ക് ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ 4 വിക്കറ്റുകൾ സ്വന്തമാക്കി റെക്കോർഡുകൾ നേടാൻ താരത്തിന് കഴിഞ്ഞു. IPL ചരിത്രത്തിൽ തന്നെ അരങ്ങേറ്റ മത്സരത്തിൽ 4 വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡാണ് ഇതിനെ തുടർന്ന് അശ്വിനി കുമാർ തന്റെ പേരിൽ ചേർത്തിരിക്കുന്നത്. മത്സരത്തിൽ കൊൽക്കത്ത നായകൻ അജിങ്ക്യ രഹാനെയെ ആദ്യ പന്തിൽ പുറത്താക്കിക്കൊണ്ടായിരുന്നു അശ്വിനി കുമാർ തുടങ്ങിയത്. ഇതിനെ തുടർന്ന് റിങ്കു സിംഗ്, മനീഷ് പാണ്ഡെ, ആൻഡ്ര റസൽ എന്നിവരുടെ വിലപ്പെട്ട വിക്കറ്റുകൾ സ്വന്തമാക്കാനും താരത്തിന് ശരിക്കും കഴിഞ്ഞു. മൊഹാലിയിൽ ജനിച്ച അശ്വിനി കുമാർ വാർത്തകളിൽ സജീവമായത് ശരിക്കും ഷേറി പഞ്ചാബ് 2020 ടൂർണമെന്റിലൂടെയാണ്. അവസാന ഓവറുകളിലെ ബോളിംഗ് മികവാണ് അശ്വിനി കുമാറിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകത എന്നത്. ശേഷം 2025 മെഗാലയലത്തിൽ മുംബൈ ഇന്ത്യൻസ് താരത്തെ 30 ലക്ഷം രൂപയ്ക്ക് തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നു. 2024 പഞ്ചാബ് കിങ്സ് ടീമിൽ ഇടം പിടിക്കാൻ അശ്വിനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഫ്രാഞ്ചൈസിക്കായി ഒരു മത്സരം പോലും താരം നിലവിൽ കളിച്ചിട്ടില്ല. 2022 സെയ്ദ് മുഷ്തഖ് അലി ട്രോഫിയിലൂടെയായിരുന്നു അശ്വിനി കുമാർ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതലും സജീവ സാന്നിധ്യമായി മാറിയിരുന്നത്. ടൂർണമെന്റിൽ പഞ്ചാബിനായി 4 മത്സരങ്ങൾ കളിക്കാൻ താരത്തിന് കഴിയുകയും ചെയ്തു. 3 വിക്കറ്റുകളാണ് താരം ഇവിടെ പ്രധാനമായിട്ടും നേടിയത്. ഇതിനെ തുടർന്ന് 2 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും 4 ലിസ്റ്റ് ടൈം മത്സരങ്ങളും പഞ്ചാബിനായി കളിക്കാനും താരത്തിന് അവസരം ലഭിക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമിനായി തകർപ്പൻ അരങ്ങേറ്റം IPL താരം കാഴ്ചവെച്ചിരിക്കുന്നു. മത്സരത്തിലേക്ക് കടന്നു വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പൂർണ്ണമായും എറിഞ്ഞിടാൻ അശ്വിനി കുമാറിന് കഴിഞ്ഞിരുന്നു. മറ്റു മുംബൈ ബോളർമാരും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിൽ ശക്തരായ കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിര തകർന്നു വീഴുകയായിരുന്നു ചെയ്തിരുന്നത്. 26 റൺസ് നേടി രഘുവംശി മാത്രമായിരുന്നു കൊൽക്കത്ത ടീമിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നിരുന്നത്. അവസാന ഓവറുകളിൽ രമൺദീപ് പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കേവലം 116 റൺസിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം ഓൾ ഔട്ടായി മാറി.